ഓക്കെ, അതും സെറ്റ് കേസ്. നമ്മളങ്ങനെ 2:12 സ്റ്റാക്കോളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം ദാണ്ട് ആ കിടക്കുന്നതും ഇതെന്തുവാന്ന് എനിക്കൊന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇതെന്താ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ദാണ്ട് നമ്മൾ ആ കിടക്കുന്നതിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ്. സോ ഹലോ ഗൈസ്, വാട്സ്ആപ്പ്. ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിമിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ 1 ബ്ലോക്കിലാണ്. ഏതെങ്കിലും കൂട്ടുകാരെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇന്ന് ചെയ്യാനുള്ളത് ചെറിയ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 1 ബ്ലോക്കിന് ഫസ്റ്റായിട്ട് നിങ്ങൾ 1 ബ്ലോക്കിനായിട്ട് ഒരു നെയിം നിങ്ങൾ പറഞ്ഞു തരണം. 1 ബ്ലോക്കിന് പറ്റിയ ഒരു നല്ലൊരു ഒന്നാന്തര നെയിം നിങ്ങൾ പറഞ്ഞു തരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പറ്റിയ നല്ലൊരു നെയിം പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോഴാണ് മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ പറ്റിയ നല്ല നെയിമൊക്കെ പറഞ്ഞു തരിക. ഓക്കെ, നമ്മളതിനനുസരിച്ച് ആ നെയിം അനുസരിച്ചുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡ് നമ്മൾ വളരെ ഒരു ചെറിയ എപ്പിസോഡാക്കി ഇട്ടത് വേറൊന്നുമല്ല. ഇതെന്താ നോക്കട്ടെ. എന്താടാ ഇത് എനിക്ക് തോന്നുന്നത് ഫിനിഷ് ചെയ്തിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അതെ ഗൈസ്, അത് ഫിനിഷ് ചെയ്തിട്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഏരിയയിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, അതാ ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അതിന് വേണ്ടിയുള്ള സെറ്റപ്പാണിത്. ഓക്കെ, വിചാരിച്ചിടത്ത് തന്നെ നടന്നു. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് അതാണ്ട് അവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, ആ ഏരിയയിലേക്കാണ്. ഓക്കെ, അപ്പോൾ പോകട്ടെ ഗൈസ്. എനിക്ക് മനസ്സിലാവാത്തത് എൻ്റെ ബെഡ്റോക്ക് എഡിഷൻ അല്ലേ ഗൈസ്. അപ്പോൾ എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ എന്തെങ്കിലും ലാഗ് എന്തെങ്കിലും ഒന്നാണ് ലാഗ് ആവാൻ സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഇതിനകത്ത് കളിക്കാൻ തുടങ്ങിയിട്ട് 205 ദിവസമൊന്നും ആയിട്ടില്ല. ഡേയ്സിൻ്റെ എന്തോ കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് സേവ് ചെയ്ത് ഒന്നും കൂടെ കയറുമ്പോൾ റെഡി ആകുമായിരിക്കും. ഞാൻ 205 ദിവസം എന്താണ് ഇതിനകത്ത് കളിച്ചിട്ടില്ല. 205 ദിവസം കളിച്ചാൽ എന്താണ് നമ്മൾ ഇച്ചിരിയെങ്കിലും എത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എത്തി ഗൈസ്. നമ്മൾ ഇത്ര അടുത്തായിരുന്നു. ഗൈസ്, ഇതിൻ്റെ പുറകോട്ടൊക്കെ കുറേ ബയോംസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു ബയോം ഞാൻ കാണുന്നു. ഇത് 1 പൊക്കത്താണല്ലോ ഗൈസ്. അതിനകത്തൊരു ഡയമണ്ട് ഞാൻ കാണുന്നു. ദിസ് ഇസ് ഡയമണ്ട് ആണോ? എനിക്കത് ഡയമണ്ട് ആയിട്ടാണ് തോന്നുന്നത്. ഇനി ചിലപ്പോൾ എമറാൾഡ് ആവാനും സാധ്യതയുണ്ട്. ഡയമണ്ടാണത്. അതെ ഗൈസ്, അത് ഡയമണ്ടാണ്. പക്ഷേ ആ ഡയമണ്ടൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി പണി പെടും. കാരണം വെച്ചാൽ അതൊക്കെ താഴോട്ട് പോകുന്ന ഐറ്റംസാണ്. ഇനി നമ്മുടെ മൈനിങ് ഇതിനകത്തായിരിക്കും. നമ്മൾ ഇത് മൊത്തം മൈൻ ചെയ്ത് എടുക്കട്ടോ. ഇതിനകത്ത് ഒരെണ്ണം പോലും നമ്മൾ കളയില്ല. മൊത്തം നമ്മൾ മൈൻ ചെയ്തെടുക്കാനുള്ള പ്ലാനിങ്ങാണ്. ഓക്കെ, അപ്പോൾ അതും സെറ്റ്. ഈ അളവിൽ നമുക്ക് ചെയ്യേണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടെല്ലാം കുറച്ച് താഴത്തെ അളവിലായിരിക്കും വരിക. കാരണം വെച്ചാൽ നമുക്ക് ഈ ഡേറ്റ്സൊക്കെ എടുക്കേണ്ടി വരുന്ന കാരണം താഴത്തെ അളവിലായിരിക്കും വരിക. നമ്മുടെ ഗ്രൗണ്ട് ലെവൽ താഴെ ലെവലായിരിക്കും. ഇച്ചിരി കൂടെ താഴ്ന്നിട്ടായിരിക്കും ഗ്രൗണ്ട് ലെവൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡയമണ്ട്സ് ഇവിടെ കുറച്ചുണ്ട് കേട്ടോ. കുറച്ചധികം ഡയമണ്ട്സ് ഉണ്ട്. നമുക്ക് ഇതിപ്പോൾ ഞാൻ എന്തിനും ഇങ്ങോട്ട് പോരുന്ന വെച്ചാൽ ഓക്കെ, ഡയമണ്ട്സ് 1 2 3 1 2 3 4 ഡയമണ്ട്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അയണും കാണുന്നുണ്ട്. ഓക്കെ, നൈസ്. അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്താണെങ്കിൽ ഞാൻ ഇതിനകത്തേക്ക് എങ്ങനെ കയറും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ എത്തിപ്പെടണം കേസ്. അതാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഓക്കെ, റെയിലൊക്കെ ഉണ്ട് കേസ്. ഇവിടെ ഡയമണ്ട് ഫസ്റ്റത്തെ ഡയമണ്ട് എടുക്കുന്നുണ്ട്. അതിനെടുത്തിട്ടേ ഡയമണ്ട് എടുക്കാൻ പറ്റുള്ളൂ. മറക്കരുത്. പൊട്ടത്തിലൊക്കെ കൊണ്ട് കാണിച്ചാൽ പിന്നെ ചമ്മിയിരിക്കും. ഒരു പൊട്ടത്തരം കാണിച്ചില്ലെങ്കിലും വേറൊരു പൊട്ടത്തരം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേൾഡിൽ ഫസ്റ്റത്തെ മരണപ്പെടൽ കേട്ടിട്ടുണ്ട്. ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ പോക്കിച്ചിന് മെനക്ക് കയറിയിട്ട് ഇവിടെ ഉള്ള സ്വിച്ചൊക്കെ എന്തിടെ ഇവിടെയല്ലേ സ്വിച്ച് പോയോ? ഈസി നോർമൽ ആട്. ഇവിടെ നമ്മളിതൊക്കെ നിൽക്കണമായിരുന്നു. ഈസി ആയിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ചുമ്മാ ഈസി ആക്കിയേക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു സർവറിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ പോടാ അങ്ങോട്ടിലോ? ഇത് ഞാൻ തിരിച്ചോണ്ട് ഈ സ്ഥലമൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ നേരെ ഇതൊന്നും കാണിക്കാണ്ട് നേരെ പോവാന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കാണിച്ചില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ സർവറിൻ്റെ ഭാഗം. ഓക്കെ, ഒന്ന് റെഡി ആയിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നൊന്ന് ഉറങ്ങണം. ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഭാഗ്യം കേസ്. ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള കോബിൾ സ്റ്റോൺ ഉണ്ട്. അല്ലെങ്കിൽ ഞാനിനി കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ വീണ്ടും വുഡ് പിക്കാക്സ് ഉണ്ടാക്കേണ്ട. അങ്ങനെ ഒരു കോബിൾ സ്റ്റോൺ സോഡ് ഉണ്ടാക്കിയേക്കാം.
കോബ്സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇച്ചിരി നേരം കൂടെ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്താലേ വല്ലതും കിട്ടുള്ളൂ ഗൈസ്. ഫസ്റ്റ് തന്നെ പൊരുളിപ്പോടെ ക്രൗച്ച് ചെയ്ത് നിന്നിട്ട് വന്നു പകുതി അതിൻ്റെ ഉള്ളിൽ ഗൈസ് പോകുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓക്കെ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പടയ്ക്കാം. കൈ സ്ലിപ്പായ സാധനം പോയതാ ഗൈസ്, അത് ഉറപ്പാണ്. ഇവൻ്റെ കാടൊക്കെ തരിക്കുന്നു. ഇതങ്ങനത്തേക്കാ ഗൈസ്. ഇവിടെ നമുക്ക് ബ്ലോക്ക് ചേരാം. നമ്മുടെ കൈ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ നൈസ്. അപ്പോൾ നമുക്കിനി ഇവിടെ ഇത് മൊത്തം മൈൻഡ് ചെയ്തെടുക്കുക എന്നാണ് എൻ്റെ പ്ലാനിങ് കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റുകയാണുള്ള ബ്ലോക്കില്ല എൻ്റെ. ഹൃദയത്തിനോ തൃക്കടലാഴം കൊച്ചു മനസ്സിനൊക്കെ നമ്മൾ ഇതിൻ്റെ പൊക്കത്തെത്തിണ്ട്. ഇനി നമ്മളിതിങ്ങനെ പൊക്കത്തുനിന്നേ മൈൻഡ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഏരിയ ആകുമ്പോൾ നമ്മൾ എന്താണ് നിർത്തും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ സാധനങ്ങൾ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മൊത്തം എന്തിനാണ് മൈൻഡ് ചെയ്ത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം വരും. പിന്നെ നമ്മൾ ഇടയ്ക്ക് കയറി ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് മൈൻഡ് ചെയ്ത് കംപ്ലീറ്റ് അങ്ങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് ഒപ്പിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഓർത്ത് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരരുത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യത്തിനുള്ള കോളും അത്യാവശ്യത്തിനുള്ള അയണൊക്കെ ഉണ്ട്. നമുക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള സ്മെൽറ്റർ ഉണ്ടാക്കാനുള്ള സംഭവം മാത്രം നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, ഫർണസ്. ഓക്കെ, അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടി മാത്രം ചെയ്താൽ മതി. അയൺ എടുത്തിട്ട് ഇനി വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമുക്ക് ഈ സ്റ്റോൺ പിക്കാക്സ് വെച്ച് എടുക്കാൻ പറ്റുന്നതെല്ലാം എടുത്തിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അതെല്ലാം ചെയ്യുന്നിരിക്കും. നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ വീഡിയോ നമ്മൾ മിക്കവാറും ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യും. ലാസ്റ്റ് ഫൈനൽ ഡയമണ്ട് എടുക്കുന്ന മാത്രമേ നമ്മൾ നിങ്ങളെ കാണിക്കലുണ്ടാവുള്ളൂ ഞാൻ. ഓക്കെ, ഞാൻ ഡയമണ്ട് എടുക്കുന്ന കാരണം വെച്ചാൽ ഡയമണ്ട് എടുക്കുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. അടിയിൽ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഡയമണ്ട് എടുക്കണമെങ്കിൽ തന്നെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയ കാര്യം ആയതുകൊണ്ട് തന്നെ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് ടോയ്സ്. അപ്പോൾ അത് നമ്മൾ ഇച്ചിരി എന്താണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അത് നെക്സ്റ്റ് എപ്പിസോഡിലായിട്ട് നമ്മളിടും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നേരത്തെ മൈനിങ് ഉണ്ട് ടോയ്സ്. അപ്പോൾ 2 എപ്പിസോഡൊക്കെ ഇങ്ങനത്തെ ആയിരിക്കും കേസ്, അത് ഉറപ്പാണല്ലോ, അറിയാലോ. 2 എപ്പിസോഡൊക്കെ ഒന്ന് ഒരു ചെറിയ ലാഗ് എപ്പിസോഡായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. ഓക്കെ, വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി നമ്മളൊന്ന് അത്യാവശ്യം OP ആയി കഴിയുമ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാലൊന്ന് സെറ്റ് ആവുള്ളൂ കേസ്, അറിയാലോ. അപ്പോൾ വേണ്ട ഹോപ്പി സാധനങ്ങളൊക്കെ കിട്ടിയാൽ നമ്മളൊന്ന് പഴയ ഒരു സെറ്റപ്പിലേക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ 1 ബ്ലോക്കിലാണ് തന്നെ ഇന്ന് ഫുള്ള് മൈനിങ്, മിക്ക എപ്പിസോഡിലും മൈനിങ് തന്നെയാണ്. പക്ഷേ 1 ബ്ലോക്കിനെക്കാട്ടും ഇരട്ടി മൈനിങ് സത്യം പറഞ്ഞാൽ സ്കൈ ബ്ലോക്കിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ട്. 1 ബ്ലോക്കിലാണ് നമ്മൾ ഒരു ബ്ലോക്ക് നോക്കുക, അതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് പല തരത്തിലുള്ള OP ഐറ്റംസ് കിട്ടും, ഡയമണ്ട്സ് കിട്ടും, എല്ലാം കിട്ടും, എല്ലാം നമുക്ക് കിട്ടും. ഇത് നമ്മൾ തേടി പോകണം കേസ്. സ്കൈ ബ്ലോക്കിൽ നമ്മൾ തേടി പോകണം. ഇതാണ്ട് ഇപ്പോൾ നമ്മൾ ഡയമണ്ടും അതുപോലെ അയണൊക്കെ നമ്മൾ തേടി വന്നു. ഇവിടെ ഈ കാണുന്ന ഡയമണ്ടും അയണും മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. ഇനി അഥവാ എന്തെങ്കിലും ഭാഗത്താൽ വേറെ എവിടെയെങ്കിലും ചെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിനകത്തുള്ള ഡയമണ്ട് ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇനിയും ഡയമണ്ട് കിട്ടുമല്ലോ എന്ന് ഓർത്തൊന്നും ഡയമണ്ട് വെച്ച് വേറെ ഒന്നും ചെയ്യാൻ നടക്കില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസുകൾ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഞാൻ മൂഞ്ചിയിട്ടുണ്ട്, അടപടലം മൂഞ്ചിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ പിക്കാക്സും പൊട്ടി, വുഡും ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോക്കും നടക്കില്ല. പോണെങ്കിൽ തന്നെ ഈ ബ്ലോക്ക് പൊട്ടിച്ചാൽ മാത്രം പോരാ, ആ ബ്ലോക്കും ഏറ്റവും അടിയത്തെ ഒരു ബ്ലോക്കുണ്ട്, ആ ബ്ലോക്കും പൊട്ടിക്കണം. സോ ഗൈസ്, അപ്പോൾ എന്താണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും പിക്കാക്സ് എടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ബ്ലോക്ക് അങ്ങ് മൈൻഡ് ചെയ്യും. ഈ ബ്ലോക്ക് അങ്ങ് മൈൻഡ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ്ട് ഈ അവിടുത്തെ ആ ബ്ലോക്കിൽ ചെന്ന് വീഴും, ചിലപ്പോൾ മടത്താവാനും സാധ്യതയുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ വഴി ഒരുക്കണം ഗൈസ്. ഇവിടെ എന്തൊക്കെ ഇപ്പോൾ ഉണ്ട്, ഞാൻ ഇവിടെ അടപടലും കുടുങ്ങിപ്പോയില്ല ഗൈസ്. എന്നൊക്കെ നോക്കാം, നമ്മൾ ചാവൂല്ല നോക്കട്ടെ ഗൈസ്. ചത്താ പോയാൽ പോട്ടെ എന്നോ അങ്ങനെ പറഞ്ഞോട്. ഇവിടെ ചെസ്റ്റ് പോലും ഗൈസ്, എന്നാൽ പോയാൽ പോട്ടെ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ്ട് ഇതിങ്ങനെ കുത്തിച്ച് കറക്റ്റ് താഴെ എത്തി ചാവരുത്. ഓക്കെ നൈസ്, ചത്തില്ല. അപ്പോൾ ഇനി ഞാനിതേപടി ഞാൻ അങ്ങോട്ടേക്ക് അങ്ങ് പൊക്കോളാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാതെ എല്ലാവർക്കും ബൈ.